ഇന്ന് നിനക്കെതിരെ ഒരു പരാതിയുമായിട്ട് ഒരാൾ ഓഫീസിൽ വന്നിരുന്നു. എനിക്കെതിരെ പരാതിയോ? അതാരാ? പറയാം, അതിങ്ങെടുക്കും. അതിനു മുമ്പ് ആദ്യം നീ ആരെങ്കിലും ഉടയ്ക്കൂന്ന് പറ. പതിവായി നീ ശല്യം ചെയ്യുന്നു എന്നാ പരാതി. എന്തൊക്കെയാ ഈ കേക്കുന്നേ? അത് എന്താ ഉണ്ടായേ? എനിക്കറിയില്ലമ്മേ, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടുമില്ല. പ്രസാദേട്ടാ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല. ഏതോ ഒരുത്തൻ ഇവനെതിരെ കള്ളപ്പരാതി കൊടുത്തായിരിക്കും. അത് നിങ്ങളുടെ അടുത്ത്. അവനല്ല, അവളാ. അവളോ? അതെ, ഇവന്റെ പ്രായത്തിൽ ഇവനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ നടപടി എടുത്താൽ ഇവൻ പെടും. ഈശ്വര, എന്തുവാടാ ഇതൊക്കെ? ഏത് പെണ്ണിന്റെ പുറകെയാ നീ പോയത്? അമ്മ, ഞാൻ പ്രസാദേട്ടാ, ഒന്ന് പറ, ഏതാ അവള്? ഇവൻ തന്നെ പറയട്ടെ, ഇവനല്ലേ പ്രതി. അച്ഛാ, സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല. എന്നാ ഞാൻ പറയാം. ഈ നാട്ടിൽ ആദിമോനെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റാരും ആയിരിക്കില്ല, അവളായിരിക്കും. ആ തുളസി. എന്താ സാറേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദേ സുലു, നീ ആഹാരം വിളമ്പാൻ വന്നാൽ അത് ചെയ്താൽ മതി. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നീ തലയിടേണ്ട ആവശ്യമില്ല. പ്രസാദേട്ടാ, സുലു പറഞ്ഞത് ശരിയാണോ അല്ലയോ അത് പറ. അവളാണോ എന്റെ മോനെതിരെ പരാതി തന്നത്? എന്തിനാ ദുർഗ നീ ഇങ്ങനെ ചൂടാവുന്നത്? ഞാനതൊരു ജോക്കായിട്ടല്ലേ ഇവിടെ അവതരിപ്പിച്ചത്. അതിനിത്ര സീരിയസ് ആവണം എന്തിനാ? പ്രസാദേട്ടൻ കാര്യം പറ. തുളസിയാണോ ആദിക്കെതിരെ പരാതി തന്നത്? ഷേ, അങ്ങനെ പരാതിയായിട്ടൊന്നും അല്ല. ഞാനും ജയനും അതൊരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. നീ ഇരുന്ന് കഴിച്ചേ. പക്ഷെ എനിക്കും എന്റെ മോനും ഇതൊരു തമാശയൊന്നുമല്ല. വന്ന് എന്റെ മോനെ കോടതി കയറ്റുന്ന നിലവരെ എത്തി. വിടില്ല ഞാൻ. ദുർഗ, എന്താ ഇത്? ആദ്യ വഴിയിൽ വെച്ച് അവളെ എന്തോ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത എന്റെ സങ്കടത്തിൽ തുളസി അവിടെ വന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ അവൾ എന്റെ അടുത്ത് ആർഗ്യുമെന്റിന് വന്നിട്ടാ. അവൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവൾക്കെതിരെ എനിക്കും പരാതിയുണ്ട്. എടാ, നീ നിന്റെ അമ്മയെ പോലെ. മതി. നിങ്ങൾ എന്തു പറഞ്ഞാലും എന്റെ മോൻ എന്നെ പോലെ ആവൂ. നിങ്ങളുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നതേ നിങ്ങളുടെ മരുമോക്ക. അതുകൊണ്ടാ നിങ്ങൾ എപ്പോഴും അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ആയിക്കോ, നിങ്ങളീ നിന്നൊക്കെ എന്റെ മോനെ എങ്ങനെയാ രക്ഷിക്കേണ്ടതെന്നേ എനിക്കറിയാം. പ്രിയ, ഒന്ന് വേഗം വാ. അപ്പൊ ഈ ബാഗ് വേണ്ട? ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ഓർക്കാതെ ഞാൻ 8 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുപോയി. ജയേട്ടൻ അല്പം താമസിച്ചു പോയാ ആരും ഒന്നും പറയില്ല. അതെന്താ? ACPയുടെ അളിയനായതുകൊണ്ടാ? അതൊന്നുമല്ല, ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ജയശീലൻ മറ്റു പോലീസുകാർക്കൊരു മാതൃകയാണെന്നൊക്കെ എനിക്കറിയാം. അതാണ് പ്രശ്നം. ബാക്കിയുള്ളവർക്കൊക്കെ തോന്നിയതുപോലെ എന്തും ചെയ്യാം, ആരും അത്ര മൈൻഡ് ചെയ്യില്ല. പക്ഷേ എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഒരാൾ 2 ദിവസം അത് തെറ്റിച്ചാൽ അതുവരെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എല്ലാരും മറക്കും. അത് ശരിയാ. ഇനിയിപ്പോ സമയം കളയണ്ട, നമുക്ക് ഇറങ്ങാം. ഇത് താക്കോല്. താക്കോല് നീ തന്നെ വച്ചോ. എന്നാ പിന്നെ എന്നും വയ്ക്കുന്നിടത്ത് വയ്ക്കാം. അതെന്താ? ചിലപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് മോള് ക്ലാസ് കഴിഞ്ഞ് വന്നാലോ? എന്നാ വച്ചിട്ട് വാ. ദൈവം സഹായിച്ച് എല്ലാ ചൊവ്വാഴ്ചയും നടത്തുന്ന വഴിപാട് ഒരു പ്രശ്നത്തിന്റെ പേരിലും ഇന്നുവരെ മുടക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഒരു 6 മാസം കൂടി ചെയ്താൽ എന്റെ നേർച്ച പൂർത്തിയാവും. നിന്റെ ഈ ഭക്തിക്കും ത്യാഗത്തിനും മുന്നിൽ ദൈവം കണ്ണു തുറന്നാ മതി. ദൈവം എന്റെ വിളി കേൾക്കും ചെയ്യട്ടെ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അല്ലെങ്കിലേ
ഈ 7 വർഷം നമുക്ക് തുടർച്ചയായിട്ട് ഈ പൂജ നടത്താൻ പറ്റില്ലായിരുന്നു. പോ. രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. പോകുന്ന പോക്ക് കണ്ട ദേവി ഇവരുടെ കൂടപ്പിറപ്പാന്ന് തോന്നും. എന്നാലും ചൊവ്വാഴ്ച തോറും മുടങ്ങാതെ ഇവർ അമ്പലത്തിൽ പോകുന്നത് എന്തിനായിരിക്കും? എങ്ങനെയെങ്കിലും ദുർഗേച്ചിയെക്കാളും വലിയ നിലയിലെത്താൻ വേണ്ടിയായിരിക്കും. അല്ലാതെന്തിനാ? ഇത് ഇന്നത്തടം കൊണ്ട് നിർത്തിക്കണം. ആ അവൾക്ക് കണ്ണുകടിയാ. അതുകൊണ്ടൊന്നും ദുർഗയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ചേച്ചി അവളെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. എന്ത് ചെയ്യാം, അസൂയയ്ക്ക് മരുന്നില്ലല്ലോ. ഞങ്ങള് കുടുംബപരമായി സമ്പത്തുള്ളവരാ. അല്ലാതെ അവളുടെ ഭർത്താവിനെ പോലെ കൈക്കൂലി വാങ്ങി ആഡംബരം കാട്ടേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ദുർഗേച്ചി. ശരി ചേച്ചി, അവളുടെ കാര്യം പറയാൻ തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. ഞാൻ സമയം പോലെ പിന്നെ വിളിക്കാം. എന്താടി സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണോ നിന്റെ ഒരു ഓ പരദൂഷണം പറച്ചിലല്ലേ? ഞാൻ അതിനേക്കാളും സീരിയസ് ആയൊരു പ്രശ്നം പറയാനാ ഓടി വന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാ. ഭാര്യയും ഭർത്താവും കൂടി കൃത്യസമയത്ത് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ആര്? പ്രിയയും ജയശീലനോ? അല്ലതാര്? കാലങ്ങളായി ഞാൻ കാണുന്നതാ പ്രിയയുടെ ഈ ചൊവ്വാഴ്ച വ്രതം. അതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ ചേച്ചി? അവൾ എന്ത് പ്രാർത്ഥിച്ച് നേടിയാലും അത് ചേച്ചിക്ക് ക്ഷീണോ? എങ്കി പിന്നെ എന്തിനാടി നീ അത് കണ്ടോണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്? പുറകെ ചെന്ന് എന്ത് പൂജ നടത്തുന്നെന്ന് അന്വേഷിച്ചിട്ട് വരണ്ടേ? അത് പിന്നെ ചേച്ചി പറയാതെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, പോയി അന്വേഷിച്ചിട്ട് വാ. ഒരു പൂജയും പ്രാർത്ഥനയും പ്രിയയ്ക്ക് രക്ഷയാവരുത്. അവൾ എന്നും ഈ ദുർഗയുടെ കാൽ ചുവട്ടി കിടന്ന് നരകിക്കണം. ചെല്ല്. ശരി ചേച്ചി. ജയശീലിനും പ്രിയയും സമയത്ത് തന്നെ എത്തിയല്ലോ. ഇന്ന് സഹായി വന്നിട്ടില്ലേ? നിവേദ്യം തയ്യാറാക്കുന്ന ജോലി കൂടി ചെയ്യണം. അർച്ചന ഞാൻ നടത്തിക്കോളാം. ദാ തിരുമേനി രസീത്. ഇതില്ലേലും എനിക്ക് മനപ്പാടാ. കൃഷ്ണ തുളസി ആദിത്യൻ സ്വയംവരാർച്ചന. 6-7 വർഷമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ നടത്തുന്നതല്ലേ? ഈ ചിങ്ങാവുമ്പോ 7 വർഷം പൂർത്തിയാവും തിരുമേനി. 7 വർഷം മുടങ്ങാതെ ദേവിക്ക് സ്വയംവരാർച്ചന നടത്തിയാൽ 7ാം കടലിന് അക്കരെയാണെങ്കിൽ പോലും ഈ നടക്കൽ വന്ന് മംഗല്യഭാഗ്യം നേടുമെന്നാ വിശ്വാസം. ഇവരിതെന്താ സംസാരിക്കുന്നത്? ഒപ്പം നാരങ്ങാദീപം കൊളുത്തി പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ ഫലം അച്ചട്ടാ. വഴിപാട് കൗണ്ടറെ അന്വേഷിച്ച ഇവരെന്ത് അർച്ചനയാ നടത്തുന്നതെന്ന് അറിയാൻ കഴിയും. ദേവി, എന്റെ തുളസിമോളും ആദിമോനും ഒന്നാവുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ. അതിലേതാ വേണ്ടതെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. സമ്പത്ത് കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും ഇവിടത്തെ ആദിമോന് പറ്റിയ കുട്ടികളാ എല്ലാം. പക്ഷെ എന്റെ മോന്റെയും ഗ്ലാമറിന് ഇത് ഒരെണ്ണവും മാച്ച് ആവുന്നില്ല. വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലേ? വേറെ ഒരെണ്ണം ഉണ്ട്.
നല്ല ചിത്രശലഭം കണക്കെ ഒരു കൊച്ച്. പക്ഷേ അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ വേണം. എന്റെ ആദിമോൻ നാളെ എഞ്ചിനീയറായി സർക്കാർ സർവീസിൽ തന്നെ കയറും. ആ ഫോട്ടോ എങ്ങതാ. എനിക്കിഷ്ടപ്പെട്ടാലേ എന്റെ മകൻ അവളെ കല്യാണം കഴിച്ചിരിക്കും. മേഡത്തിന് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഉം. കാരണം പെൺകുട്ടിയെ കാണാൻ ഇവിടത്തെ അനന്തരവൾ തുളസിയെ പോലെയാ. അത്രയ്ക്ക് സ്മാർട്ടാ. ഒന്ന് കണ്ടു നോക്കണം മേഡം. കൊണ്ടുപോടോ. തുളസിയെ പോലെ ഉണ്ട് പോലും. ആ മൂദേവിയുടെ പേരിവിടെ മിണ്ടിപ്പോവരുത്. തുളസിയുമായി പുലബന്ധം പോലും ഇല്ലാത്തൊരു പെണ്ണ് മതി എന്റെ മോന്. ഓ അങ്ങനെയുള്ള കുട്ടികളുടെ ആലോചനയുമായിട്ട് വന്നാ മതി. ഓ അയ്യോ, പിന്നെ ചേച്ചി എല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണ. എന്താടി, എന്തു പറ്റി? വർഷങ്ങളായി എല്ലാ ചൊവ്വാഴ്ചയും ആ പ്രിയ അവളുടെ ഭർത്താവും കൂടി അമ്പലത്തിൽ നടത്തുന്നതേ നമ്മുടെ മോന്റെയും തുളസിയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയുള്ള പൂജയാ. എന്താ എന്താ നീ പറഞ്ഞേ? ആ അതെ ചേച്ചി, എനിക്കാദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഇന്നത് നേരി കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്റെ മകന്റെ നാളും പേരും പറഞ്ഞ് പൂജ നടത്താൻ അവക്കെന്താ അധികാരമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ദേ, പൂജ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പോയാ കയ്യോടെ പിടിച്ച് കണക്ക് തീർക്കാൻ ചേച്ചി. ദേ, ഇനിയും ഇത് വകവെച്ച് കൊടുത്താലേ നമ്മുടെ ആദ്യമോനെ അവര് സ്വന്തമാക്കും. ഇല്ലടി, ഈ ദുർഗ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നടത്തില്ല ഞാൻ. ചേച്ചി, ദാ. സ്വയംവരാർച്ചനയുടെ പ്രസാദം. എല്ലാം നന്നായി വരും. ആ ജയേട്ടാ, നേരെ ഓഫീസിലേക്കല്ലേ? ആ ടൈമായി, നമുക്കിറങ്ങാം. ഞാൻ ചുറ്റമ്പലത്തിലെ നാരങ്ങ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നേക്കാം. തന്റെ ഒരു കാര്യം, അമ്പലത്തിൽ വന്നാ പോവാൻ തോന്നില്ല. നമുക്ക് ദൈവമല്ലേ ഉള്ളൂ ജയേട്ടാ. ശരി ശരി, എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നേനെ. അതൊന്നും കുഴപ്പമില്ല, ജയേട്ടൻ പോയിക്കോ. ഉം. ഉം. ദേവി, വണ്ടി ഒന്ന് നിർത്തി. ഇവൾക്കിത് എന്തു പറ്റി? പ്രാർത്ഥിക്കാൻ എന്തായാലും ഇങ്ങനെ പോവില്ല. തിരുമേനി, അർച്ചന വല്ലതും? അല്ല, ഞാൻ വന്നത് ആ കൃഷ്ണപ്രിയ ഇവിടെ വന്ന് എന്ത് അർച്ചന നടത്തിയെന്ന് അറിയാനാ. അത് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് കള്ളം പറയരുത്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അവര് വർഷങ്ങളായി നടത്തിവരാറുള്ളത് തുളസിക്കും ആദിത്യനും വേണ്ടിയുള്ള സ്വയംവരാർച്ചനയാണ്. ദേവിക്ക് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് രാഹുദോഷം അകറ്റി ആഗ്രഹസിദ്ധി വരുത്താനാണ്. ഓഹോ, എങ്കിൽ അവളുടെ ആഗ്രഹങ്ങളൊന്നും ഞാൻ നടത്താൻ പോകുന്നില്ല. ആ വിളക്കുകളെല്ലാം ഊതിക്കെടുത്ത് ഞാൻ. ദുർഗ, ദൈവത്തിനു മുമ്പിൽ കത്തിച്ചു വെച്ച വിളക്ക് ഊതിക്കെടുക്കുന്നത് മഹാപാപമാണ്. ചില പാപികൾ ദുഷ്ടചിന്തയോടെ കത്തിച്ച വിളക്കുകളാണെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ദീപം തെളിയിക്കുന്നതും അർച്ചന ചെയ്യുന്നതും ഒക്കെ
ക്ഷുദ്രകർമ്മങ്ങളായേ കാണാൻ പറ്റും. എനിക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആരോ കത്തിച്ചു വെച്ച വിളക്ക് നീ ഊതിക്കെടുത്തരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ആരോ കത്തിച്ചു വെച്ചതല്ല, നിങ്ങളുടെ പുന്നാര അനിയത്തി കൃഷ്ണപ്രിയ കത്തിച്ചു വെച്ചതാ ആ ആഭിചാര ദീപങ്ങള്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പവിത്രമായ ദേവീ സന്നിധിയിൽ വെച്ചാണോ നീ ആഭിചാരത്തെ കുറിച്ച് പറയുന്നത്? അത് ചിലർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയുന്നവനെന്താ? ചോദിച്ചു നോക്ക്, അവൾ ഈ ദീപങ്ങൾ തെളിയിച്ചത് എന്തിനാണെന്ന്. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. എന്റെ മകൻ ആദിത്യനും അവളുടെ മകള് തുളസിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി വർഷങ്ങളായി നിങ്ങളുടെ അനിയത്തി ഇവിടെ സ്വയംവരാർച്ചന നടത്തുക. ഒപ്പം നാരങ്ങാ വിളക്ക് കൊളുത്തിയുള്ള പ്രാർത്ഥനയും. ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ദുർഗ, ദൈവത്തിന് മുമ്പിൽ ആർക്കും എന്തും പ്രാർത്ഥിക്കാം. അത് തടയാൻ നമ്മൾ ആരാ? പ്രിയ അവളുടെ മകൾക്ക് വേണ്ടി നല്ല വരനെ കിട്ടാൻ പ്രാർത്ഥിച്ചു കാണും. അതുപോലെ നിന്റെ മകന് നല്ല വധുവിനെ കിട്ടാൻ നീയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പിൽ മനുഷ്യരെല്ലാവരും ഒരുപോലെയാ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക. നടക്കാൻ പാടില്ലാത്ത ദൈവം നടത്തില്ല. സത്യവും നീതിയുള്ള പ്രാർത്ഥനയെ ആ ശക്തി കേൾക്കും. മതി. നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും അവളുടെ പ്രാർത്ഥനയ്ക്കൊപ്പമാണെന്നേ എനിക്കറിയാം. ഞാൻ ആ വിളക്ക് ഊതിക്കെടുത്താൻ പോയപ്പോ എവിടെ നിന്നോ നിങ്ങൾ ഓടി അടുത്തതും അതുകൊണ്ടാ. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പ്രസാദേട്ടൻ പറഞ്ഞത് ഞാൻ മാനിക്കുന്നു. എന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുമെന്ന് പ്രസാദേട്ടൻ ഇവിടെ എത്തിയതെന്ന് എനിക്ക് ഉറപ്പാവുകയും ചെയ്തു. അതുകൊണ്ട് ആ വിളക്കുകള് ഞാനിനി ഊതി അണയ്ക്കുന്നില്ല. പകരം ഇവിടെ ഈ ദേവിയെ സാക്ഷി നിർത്തി എന്റെ ഭർത്താവ് ഒരു ശപഥം ചെയ്യണം. ശപഥോ? അതെ, നമ്മുടെ മകൻ ആദിത്യനെ കൊണ്ട് ഒരിക്കലും കൃഷ്ണപ്രിയയുടെ മകളെ കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ള ശപഥം. നീ എന്തൊക്കെയായി പറയുന്നേ? ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? ആരെന്തും വിചാരിച്ചോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ പ്രശ്നം എന്റെ മകനാ. അവന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ഉണ്ടാവണം. അതിനുവേണ്ടി പ്രസാദേട്ടന് സത്യം ചെയ്തു തരാൻ പറ്റുവോ ഇല്ലയോ? പറ്റില്ലെങ്കിൽ വേണ്ട. എനിക്കറിയാം എന്തു വേണോന്ന്. ആ ദീപം ഊതിക്കെടുത്തുക മാത്രമല്ല, ഇനി ഒരിക്കലും നിങ്ങളുടെ അനിയത്തി കത്തിക്കുന്ന ഒരു വിളക്കും ഇവിടെ തെളിയില്ല. തെളിയിക്കില്ല ദുർഗ. ഇതൊക്കെ വെറും ബാലിശമായ വാശിയും തീരുമാനങ്ങളുവാ. ആയിക്കോട്ടെ, അതിന് പോലും എന്റെ ഭർത്താവ് എനിക്ക് കൂട്ടു നിൽക്കുന്നില്ലല്ലോ. ഞാൻ സത്യം ചെയ്താൽ നിനക്ക് സമാധാനാവും. ആവും. ഈ പരാശക്തിക്ക് മുമ്പിൽ ചെയ്യുന്ന സത്യം പ്രസാദേട്ടൻ തെറ്റിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തെറ്റിച്ചാൽ അതിന്റെ ദൈവശിക്ഷ പ്രസാദേട്ടന്റെ കുടുംബത്തിന് തന്നെയായിരിക്കും കിട്ടുന്നത്. ശരി, ഞാൻ സത്യം ചെയ്യാം. അമ്മേ, ഞാൻ എന്റെ ദുർഗയ്ക്ക് കൊടുക്കാൻ പോകുന്ന സത്യം എത്രയോ മുമ്പേ എന്റെ സഹോദരിക്കും ഭർത്താവിനും കൊടുത്തുപോയ വാക്കാണ്. അതെനിക്ക് പാലിക്കാൻ കഴിയും. നിന്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്നതിൽ എന്നോട് പൊറുക്കണം.
എന്താ ഇത്രമാത്രം പ്രാർത്ഥിക്കാൻ? നാളെ ഇതിന്റെ പേരില് നിങ്ങളുടെ അനിയത്തി നിങ്ങളെ ശപിക്കരുതേ എന്നാണോ? അവൾ എന്നെ ശപിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ സത്യം ചെയ്യ്. അങ്ങനെ ഒരു വാക്ക് കൊടുക്കല്ലേ ഏട്ടാ. ഈ അനിയത്തിയുടെ ഏക പ്രതീക്ഷ എന്റെ ഏട്ടൻ തകർത്ത് കളയല്ല. എന്റെ മകൻ ആദിത്യനെ കൊണ്ട് എന്റെ അനിയത്തിയുടെ മകൾ തുളസിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ലെന്ന് ഞാൻ ദേവിയെ സാക്ഷി നിർത്തി എന്റെ ഭാര്യയ്ക്ക് ഉറപ്പ് നൽകുന്നു. ഇത് സത്യം.